ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നമ്മുടെ സാധാരണ ഉഴുന്നരച്ചിട്ടുള്ള ദോശ അപ്പത്തിനേക്കാളൊക്കെ ഇരട്ടി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലെ ഒരു അടിപൊളി പലഹാരമാണ്. നിറയെ ഹോളുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. കറികളില്ലാതെയും കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറുത്തത് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. നമ്മുടെ സാധാരണ പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ തയ്യാറാക്കാനായിട്ട് എടുക്കുന്ന അതേ അരിപ്പൊടിയാണ്. 250 ml കപ്പിൻ്റെ അളവിൽ 1.25 കപ്പാണ് ഞാനിപ്പോൾ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചോറാണ്. 250 ml കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. റേഷൻ അരിച്ചോറോ സാധാ അരിച്ചോറോ ഏതായിരുന്നാലും ഇതേ അളവിൽ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. അടുത്തതായി 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പിന് 1 കപ്പ് നിറയെ ഇല്ല, കുറച്ച് കുറവുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു കപ്പ് ഫുള്ളായിരുന്നാലും ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. ഇനി നമ്മുടെ പലഹാരം ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് 1 സ്പൂൺ അളവിൽ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു പലഹാരത്തിന്. പിന്നെ ഇതൊന്ന് സ്മൂത്തായിട്ടിരിക്കാനായിട്ട് ഇതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയായിരുന്നാലും കുഴപ്പമില്ല. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മണമില്ലാത്ത ഏത് ഓയിലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലൊരു സ്പൂണിൻ്റെ അളവിന് ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ മാവൊന്ന് പൊങ്ങി കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് അതുപോലെ നല്ല പതയായിട്ടൊക്കെ കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ മാവ് അടിയിൽ ആ ഒരു ജാറിൻ്റെ ബ്ലേഡിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം തന്നെ ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് അരച്ചെടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പരുവം തെറ്റിപ്പോവും. അപ്പോൾ ഞാനിവിടെ അരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണ്ടും അരയാതെ വരുന്ന ഒരു ടൈമിൽ കുറച്ചൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള 250 ml കപ്പിൻ്റെ അളവിന് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഈ ഒരു പരുവത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവൊന്ന് ഒരു 30 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കാം. ഒരു 30 മിനിറ്റ് സമയമാകുമ്പോഴേക്ക് ഈ മാവ് നല്ല പോലെ പതഞ്ഞ് വന്നിട്ടുണ്ടാവും. ഒരുപാട് പൊങ്ങി വരത്തൊന്നുമില്ല, നമ്മൾ സാധാരണ ഉഴുന്നും ചോറൊക്കെ അരച്ചെടുക്കുന്ന പോലെ. എന്നാലും നമുക്കിത് കുറച്ച് അത്യാവശ്യത്തിന് നല്ല പതയുള്ളതായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഹോളൊക്കെ ഉള്ളതുകൊണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ കറക്റ്റ് പരുവം. നമ്മൾ സാധാരണ ദോശ അപ്പം ഒക്കെ തയ്യാറാക്കുന്ന ആ ഒരു മാവിൻ്റെ കറക്റ്റ് പരുവാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഞാനിതാ കോരി കാണിച്ചു തരാം ഈ ഒരു പരുവത്തിൽ. അപ്പോൾ നമ്മുടെ ചുട്ടെടുക്കാനുള്ള മാവ് റെഡിയായി കിട്ടി. ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഈ ഒരു പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യാതെ അതേ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക. എങ്കിലാണ് എല്ലാം ഒരുപോലെ കിട്ടുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തു. നിറയെ ഹോളായതിനു ശേഷം അതൊന്ന് അടപ്പ് വെച്ച് അടച്ചു കൊടുത്തു. 1 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുത്ത് നോക്കാം. നിറയെ ഹോളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലൊരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. അതുപോലെ ഈ ഒരു പാനിലേക്ക് അടുത്ത ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും പിന്നെയും നമുക്കിതിലേക്ക് ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴാണ് ഇതിൽ നല്ല പോലെ ഹോൾ വരുന്നത്. ഇപ്പോൾ ഞാനിവിടെ അടുത്ത ഒരു കയ്യിൽ മാവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഹോൾ വന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് നേരം വേവിച്ചെടുത്തു. ഇതും ഇപ്പോൾ റെഡിയായി കിട്ടി. ഇതുപോലെ തന്നെ എല്ലാ മാവും ചുട്ട് വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക്. അപ്പോൾ ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞ് പോലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടി. രാവിലെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.